so attracting, I said yes. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കി ഇവിടെ വന്നത്. അത് that shows the bondage you are having with your faculty and the faculty have got with you. ഞാൻ ഒരു കാര്യം പറയാം. അലക്സാണ്ടർ ദി ഗ്രേറ്റ് 18ാം വയസ്സിലാണ് സംഭവിച്ചത്. ഈ ടെമ്പിൾ ഓഫ് ഡൽഹി എന്ന സ്ഥലത്ത് വലിയ യോദ്ധാവാണ്. പോയപ്പോൾ ആ ടെമ്പിൾ ഓഫ് ഡൽഹിയിലെ ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ കാവിലെ ഭഗവതി കോമരങ്ങൾ എന്ന് പറയും, വെളിച്ചപ്പാട് പോലെ ഇങ്ങനെ ഉറഞ്ഞ് he was in trance and said those who unbindeth this guardian knot എന്ന് പറഞ്ഞാൽ അന്ന് ഇതിന് കാളയെല്ലാം കൂട്ടാനുള്ള ഒരു ഇതാണ്, കെട്ടാണ്. കുരുക്കഴിക്കാൻ പറ്റാത്ത, കുരു കഴിക്കും തോറും കുരുക്ക് കൂടി വരുന്നതാണ് ഗാർഡിയൻ. അതാണ് നമ്മൾ സാധാരണ പ്രോബ്ലംസ് പറ്റാത്തത് അറിയും നമ്മൾ ഇറ്റ്സ് എ ഗാർഡിയൻ നോട്ട്. അപ്പോൾ പറയും those who unbindeth this guardian knot shall be the emperor of the world എന്ന് പറഞ്ഞു. അലക്സാണ്ടർ അന്നേരം പോയിരുന്നു. അപ്പോൾ മറു ചിന്ത ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ വാളെടുത്ത് ഒരൊറ്റ വെട്ടി അങ്ങനെ ഗാർഡിയൻ നോട്ട് അഴിഞ്ഞു വീണു. അപ്പം പറഞ്ഞു യു ആർ ബിക്കമിങ് ദി എംപറർ ഓഫ് ദി വേൾഡ്. ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിൽ തറച്ചാൽ അത് സംഭവിക്കും. That was what has happened and he was the conqueror of the world till he reached the Indus Valley. അതുവരെ വരുമ്പോൾ അലക്സാണ്ടർ വരുന്നു എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ അങ്ങനെ കീഴടങ്ങി, കപ്പം കൊടുക്കാം, എല്ലാം കീഴടങ്ങി വന്നു. അപ്പോഴാണ് സിന്ധു നദീതടത്തിൽ പോറസ് എന്നുള്ള രാജാവിനെ കണ്ട് യുദ്ധം ചെയ്തു. യുദ്ധം വലിയ യുദ്ധമായിരുന്നു. പോറസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, ചങ്ങലക്കിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ് ഞാൻ എന്താണ് നിന്നെ ചെയ്യേണ്ടത്? അപ്പം പറഞ്ഞു തോറ്റ രാജാവിനെ ജയിച്ച രാജാവ് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അത്തരത്തിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഉടനെ ഇത് അഴിക്കാൻ പറഞ്ഞു ഒരു കസേരയിട്ട് കൊടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. ആണുങ്ങൾ താമസിക്കും, മറ്റേക്കാൾ ശവങ്ങളായിരുന്നു. അപ്പോൾ സിന്ധു നദീതടത്ത് അവിടെ അയാൾ അവസാനിപ്പിച്ചു. He was on his way back to Athens. Okay. നവ്യ സാറ് വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടി സാറ് ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് സാർ. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. സാധാരണ മീറ്റിങ്ങിന് നേരത്തെ ഇരുന്ന് ഞാൻ ഇത് അവസാനമാണെന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല. ഇന്നത്തെ നിയോഗം അങ്ങനെ. ഞാൻ ഈ രാവിലെ നടക്കാൻ പോകുമ്പോഴാണ് കൊച്ചു കുട്ടികളെ റോഡിൽ കാണും. അടുത്തേക്ക് എവിടെ പോകുന്നു? അപ്പോൾ ഇവർ കണ്ണു പൊറിച്ച് വന്നു. ഞങ്ങൾ യൂണിഫോം ഇട്ടിരിക്കുകയാണ്, ബാഗുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പോകുന്നു. അവർ പറയും സ്കൂളിൽ പോകുന്നു. ഞാൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്? പഠിക്കാൻ. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി കിട്ടുന്നത് എന്തിനാ? ഉത്തരവില്ല. ഇത് എങ്ങനെ ജോലി കിട്ടുന്നവരെല്ലാവരും പറഞ്ഞ ജോലി. ഈ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെയാണ് നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ വേറെ ഒരു ഫാക്കൽറ്റി കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവസാന നിമിഷം വരെ ഉന്മേഷന്മാരായിരിക്കണം. ഈ പെൻഷൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ വലിയ സമയമുണ്ട്. അവിടെയാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യാറുള്ളത്. അത് ശരീരവും മനസ്സും നന്നായിരിക്കണം. മനസ്സ് നന്നാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള വേലകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന്, മറ്റുള്ളവർ കുറ്റം കാണാതിരിക്കുക. അഭിമന്യരായ ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുപോലെ 87 മുതൽ 91 വരെ ഈ വിദ്യാലയത്തിൽ അധ്യയനം പൂർത്തിയാക്കി ഇപ്പോൾ 25 വർഷം അവരുടെ ജീവിതത്തിൽ
പല റോളുകൾ ആടി തുടർന്നുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനം എന്ന് പറയുമ്പോൾ ബിടെക് 4 വർഷം കൊണ്ട് ഏതൊരു വിദ്യാർത്ഥിയും പൂർത്തിയാക്കി വിജയശ്രീ ലാളിതനായി സമൂഹത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പോലെയുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ സമൂഹമാണ് നമുക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ചെയ്തു തരുന്നത്. 4 വർഷം കഴിയുമ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു ലേബൽ അവിടെ ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഉടൻ തന്നെ പുതിയ ഒരു റോള് ആ പഠിച്ച വിദ്യാലയവുമായിട്ട് ഈ കുട്ടികൾക്ക്, ഈ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി അലുമിനി എന്ന ആജീവനാന്ത ബന്ധമാണത്. അപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതിനു ശേഷം നമ്മുടെ കോളേജുമായിട്ട് ഒരുപാട് പ്രവൃത്തികളിൽ ഇന്ററാക്ട് ചെയ്യുന്നു, സംഭാവനകൾ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് നല്ല നല്ല അവസരങ്ങൾ ഇവർക്ക് തേടിപ്പിടിച്ച് അത് നടത്തി കൊടുക്കുന്നു. ഇന്നലെ ഇതേ സമയം ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇതേ ബാച്ചിന്റെ അലൂമിനിയം മീറ്റ് ഗെറ്റ് ടുഗദറിന് സന്നിഹിതനായി. അവിടെ എല്ലാം എനിക്ക് കാണാൻ സാധിച്ചത്, നമുക്കറിയാം ഗവൺമെന്റ് മേഖലയിലെ 2ാമത് തലയുയർത്തി നിൽക്കുന്ന കോളേജാണ് നമ്മൾ. 3ാമത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് 2ാമത്തെ ഒരു നിലവാരത്തിലേക്ക് തന്നെ സ്ട്രെങ്ത് കൊണ്ടും ഹിസ്റ്ററി കൊണ്ടും പഴമ കൊണ്ടും നിൽക്കുന്നത്. അവിടെ അവര് കൂടെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് ആയാലും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഫണ്ട് സ്വരൂപിച്ച് അത് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ധാരാളം ധനസഹായവും മറ്റും ചെയ്ത്, അതുപോലെ ക്ലാസ്സുകളും എടുത്തുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസസ്, അവർ പ്രവർത്തിയെടുക്കുന്ന മേഖലകളിൽ അവർക്കുണ്ടാകുന്ന പരിചയ സമ്പത്തുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ സാർ, ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട ശശികുമാർ സാർ, മറ്റ് അഭിനന്ദ വ്യക്തികളെ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഈ റീവൈൻഡ് എന്ന പരിപാടി 1986, 87, 91 എന്ന ബാച്ചിൻ്റെ റീവൈൻഡ് എന്ന രജതലൂബിലി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘാടനം കൊണ്ട് തന്നെ മികവുറ്റതായിരിക്കുന്നു. ഈ സംഘാടന മികവിനെ ഞാൻ ആദ്യം ഈ സംഘാടകരെ അഭിനന്ദിക്കുകയും, ഈ സംഘാടന മികവ് നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വികസന കാര്യത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ നടക്കുന്നത് 25 കൊല്ലം പൂർത്തിയാക്കിയതിൻ്റെ രജത ജൂബിലി ആഘോഷമാണ്. ഇനി നിങ്ങൾക്ക് 50 കൊല്ലം, അതായത് സുവർണ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ജോൺ സാർ, ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശശികുമാർ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, അഭിവന്ദ്യ ഗുരുക്കന്മാരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, ഇത്ര വലിയൊരു സദസ്സിന് മുന്നിൽ അധികം വാഗ്ധോരണികൾ അഴിച്ചുവിട്ടിട്ട് അങ്ങനെയൊന്നും പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്നെക്കാളൊക്കെ ഒരുപാട് അനുഭവങ്ങളുടെ ജ്ഞാനമുള്ളവരാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഒരുപക്ഷെ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത്. സംഘാടനം കൊണ്ടായാലും മറ്റെല്ലാ മേഖലകളിൽ വെച്ച് നോക്കിയാലും എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു പരിപാടിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റീവാൻഡ് 8791 എന്ന ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്തെ നിങ്ങളെ അലുമിനീസിനൊക്കെ നിങ്ങളാക്കി മാറ്റിയിട്ടുള്ള ആ ഒരു ഓർമ്മകളുടെ കെട്ടഴിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭൂരിഭാഗം ഓർമ്മകളും പണ്ടത്തെ അനുഭവങ്ങളും കുസൃതിത്തരങ്ങളും നൊമ്പരങ്ങളും പ്രണയവും വിരഹവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ വീണ്ടും കാണുമ്പോഴുള്ള ആ ഒരു
എക്സൈറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയതിലൂടെ അല്ലെങ്കിൽ നടക്കുന്നതിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ മുമ്പ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെ, ഇപ്പോൾ രാഘവ നമ്പ്യാർ സാറിനെ കണ്ടു, വിശ്വംഭരൻ സാറിനെ കണ്ടു, അപ്പോൾ അതുപോലുള്ള അധ്യാപകരോട് പരിചയം അതുതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയാൻ വേണ്ടി കഴിയും. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പിൽ കാണിച്ചതുപോലെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മാറാതിരിക്കുന്നത് ഞങ്ങളുടെ സൗഹൃദം മാത്രമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വരും കാലങ്ങളിലും എത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി എല്ലാ അലുമിനീസിനെയും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാന്യരായ മുഖ്യാതിഥി ഡോക്ടർ ടി പി ശശികുമാർ, ഡോക്ടർ ടി ഡി ജോൺ, ശ്രീ കെ വി മോഹനൻ പി ടി എ പ്രസിഡന്റ്, മറ്റ് സീനിയർ അധ്യാപകരെ, എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ, കൺവീനർ സുധീർ, ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ മധുകുമാർ, പൂർവ്വ വിദ്യാർത്ഥി കുടുംബാംഗങ്ങളെ, ചെയർമാൻ ശ്രീ കാർത്തിക്, NSS സെക്രട്ടറി ശ്രീ ഷിജിൻ, മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, അലുമിനി അസോസിയേഷൻ്റെ കാതലായ പ്രവർത്തനങ്ങൾക്ക് ഈ വേദിയിലെ ഇന്നത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. ഇതിൽ താഴെ പറയുന്നതാണ് നമ്മുടെ അലുമിനിയുടെ പ്രധാനപ്പെട്ട അജണ്ട. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കരുതുന്നു. ഇത് ചെറിയ ബോറടിപ്പിക്കുന്ന ബിസിനസ് സെഷൻ പോലെ ആയിപ്പോയില്ലെന്ന് വിചാരിക്കുന്നു. അധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും, അതായത് റിട്ടയർഡ് ആൻഡ് നോൺ റിട്ടയർഡ് അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഐക്യദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക. കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ പടിപടിയായി അഭിവൃദ്ധിപ്പെടുത്തുക. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അഡ്വാൻസ് സ്റ്റഡി ആൻഡ് റിസർച്ച് സെൻ്ററായി ഈ കോളേജിനെ മാറ്റുക. ഇവിടെ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള സൗകര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ലഭ്യമാണെങ്കിൽ അവ ലഭ്യമാക്കാൻ സഹായിക്കുക. ഇപ്പോഴുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, ലോണുകൾ എന്നിവ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുക. Mahaka
എല്ലാവർക്കും നമസ്കാരം. റീവെന്റിലെ സാരഥികളോട് ആദ്യമായി അവരുടെ പ്രയത്നത്തിന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഇത്രയും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവരുടെ കഴിവിനെ സമ്മതിച്ചു കൊടുക്കണം. കൂട്ടത്തിൽ ഇങ്ങനെ 2 വാക്ക് പറയാൻ എനിക്കൊരു അവസരം